പ്ലസ് ടു വിദ്യാർത്ഥികളോട് ഒരു ചോദ്യം, നിങ്ങൾ ഡെയിലി ഇരുന്ന് പഠിക്കാറുണ്ടോ? എങ്കിൽ മറ്റൊരു ചോദ്യം, നിങ്ങൾ ഇടുന്ന എഫോർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാറുണ്ടോ? ഭൂരിഭാഗം ആളുകളും ഇല്ല എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങൾ മനഃപൂർവ്വം വരുത്തുന്ന ചില മിസ്റ്റേക്സ് ആണ്. അതൊരുപക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. നിങ്ങൾ എല്ലാവരും എഫോർട്ട് ഇടാൻ തയ്യാറാണ്, നിങ്ങൾ എല്ലാവരും കഷ്ടപ്പെടാൻ തയ്യാറാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ തെറ്റ്, നാളെ മുതൽ സീരിയസ് ആയിരുന്നു പഠിക്കാം എന്ന വാചകം തന്നെയാണ് ഏറ്റവും അപകടകരം. നാളെ മുതൽ ഇരുന്ന് പഠിക്കാം, തിങ്കളാഴ്ച ഇരുന്ന് പഠിക്കാം, അടുത്ത മാസം മുതൽ തുടങ്ങാം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നാളെ 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 എന്ന് മാറ്റിവെക്കുന്നതിലൂടെ ഒരുപാട് സമയമാണ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത്. ഓർക്കുക, പ്ലസ് ടുവിൽ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും നിങ്ങളെക്കാൾ കൂടുതൽ ദിവസമൊന്നും അവർക്ക് ലഭിക്കാൻ പോകുന്നില്ല. പക്ഷേ അവർ ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യും. നിങ്ങളും അതുപോലെ തന്നെ നാളെ നാളെ എന്ന് മാറ്റിവെക്കാതെ ഇന്ന് ഇപ്പോൾ തുടങ്ങും എന്ന് തീരുമാനിക്കുക. ഡെയിലി ഇരുന്ന് പഠിക്കുക. തെറ്റ് നമ്പർ 2, വായിച്ചാൽ മാത്രം മതി എന്ന് വിചാരിക്കുന്നത്. നിങ്ങളൊരു ചാപ്റ്റർ ഒരുപാട് തവണകളിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ എത്ര തന്നെ പഠിച്ചു എന്ന് നിങ്ങൾ കരുതുന്നോ അതിനനുസരിച്ചുള്ള ഒരു ചോദ്യം വന്നാൽ അതിന് ആൻസർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. ചോദ്യ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങളൊന്നും തന്നെ നിങ്ങൾ എത്ര തവണ വായിച്ചു എന്നുള്ളതല്ല, നിങ്ങൾക്ക് എത്രത്തോളം എഴുതാൻ കഴിയും എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ആദ്യം എല്ലാം മനസ്സിലാക്കി പഠിച്ചിരിക്കണം. ഒരുപാട് മണിക്കൂറുകളോളം വായിച്ച് തന്നെ വീണ്ടും വീണ്ടും വായിക്കുന്നതിലല്ല കാര്യം, മറിച്ച് അത് മനസ്സിലാക്കി പഠിക്കുന്നതിലാണ്. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ആൻസർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കാര്യം. അപ്പോൾ അതിനാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ടോപ്പിക്സ് അതത് ടീച്ചേഴ്സിനോട് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് വേണം നിങ്ങൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാനായിട്ട്. തെറ്റ് നമ്പർ 3, റിവിഷൻ അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കുക എന്നുള്ളത്. പലരും ചെയ്യുന്ന പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് ഇത് തന്നെയാണ്. ഓരോ ചാപ്റ്ററും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷേ അതിൻ്റെ റിവിഷൻ അടുത്ത മാസമോ അതിനടുത്ത മാസമോ ആയിരിക്കും മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കുക. ഓരോ ദിവസവും എടുക്കുന്ന ടോപ്പിക്സ് അന്നു തന്നെ ഒരു 15 മിനിറ്റോളം സമയമെടുത്ത് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യണം. അതേ ചാപ്റ്റർ ഏറ്റവും അവസാനം, ആ ആഴ്ചയുടെ അവസാനം നിങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യണം. പറ്റുമെങ്കിൽ മാസാവസാനം കൂടെ റിവൈസ് ചെയ്യണം. കൂടുതൽ റിവിഷനിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ നല്ല ഓർമ്മയുണ്ടായിരിക്കുള്ളൂ. അല്ലാത്ത പക്ഷത്തും പെട്ടെന്ന് മറന്നുപോകാൻ സാധ്യതയുണ്ട്. റിവിഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പഠനം വളരെ എളുപ്പമാവുകയും റിവിഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അതൊരു വലിയ പഠന ഭാരമാവുകയും ചെയ്യുമെന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഈ 3 മിസ്റ്റേക്സ് ഇന്ന് മുതൽ നിങ്ങൾ മാറ്റാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലസ് 2 ഉണ്ടാകാൻ പോകുന്ന റിസൾട്ട് എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. വലിയൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡെയിലി പറഞ്ഞു തരുവാനും ഏതൊക്കെ ദിവസങ്ങൾ എന്തൊക്കെ പഠിക്കണമെന്ന് കൃത്യമായി നിങ്ങളെ എല്ലാവരെയും അറിയിക്കുവാനും വേണ്ടി ഞങ്ങളുടെ അഗ്നി ബാച്ചിലോട്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിനകം തന്നെ പ്ലസ് 2 അഗ്നി ബാച്ചിൽ 10,000-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളും അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 3 മിസ്റ്റേക്സിനോടൊപ്പം തന്നെ 4ാമത് ചെയ്ത നിങ്ങൾ മിസ്റ്റേക്കാണ് അഗ്നി ബാച്ചിൽ ചേരാതിരിക്കുക എന്നുള്ളത്. അതിനെ തന്നെ 9995400800 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഉടനെ തന്നെ നമ്മുടെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. ഇപ്പോൾ ഒരു മൺസൂൺ ഓഫറായിട്ട് 10% ഡിസ്കൗണ്ട് കൂടിയുണ്ട്. ആ ഓഫർ കൂടെ നിങ്ങൾ എല്ലാവരും അർത്ഥമാക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഉടനെ അഡ്മിഷൻ എടുത്തുകൊണ്ട് അടുത്ത ബാച്ച് മുതൽക്ക് തന്നെ പഠിച്ചു തുടങ്ങുക. ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്.